ഒരു കർമ്മലീത്ത കന്യാസ്ത്രീ എന്ന നിലയിലുള്ള അവളുടെ മിഷണറി ദൈവവിളിയെക്കുറിച്ച് തെരേസിന് നല്ല ബോധ്യമുണ്ടായിരുന്നുവെങ്കിലും അവൾക്ക് മാത്രമായുള്ള ഒരു വിളി അവൾക്കുണ്ടായിരുന്നു. കൊച്ചുരേസ്യ എഴുതുന്ന ഒരു കർമ്മലീത്ത കന്യാസ്ത്രീ അവളുടെ ദൈവവിളിയുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറി ഒരു അപ്പസ്തോലിക ആകുകയില്ലെങ്കിൽ ഒരാത്മാവിനു വേണ്ടി 1000 ജീവിതങ്ങൾ കൊടുക്കുവാൻ ആവശ്യപ്പെട്ടിരുന്ന സ്നേഹത്താൽ എരിഞ്ഞിരുന്ന മാലാഖയായിരുന്നു വിശുദ്ധ അമ്മ തെരേസ്യയുടെ മകളാകുകയില്ല. മഠത്തിന് വെളിയിൽ മിഷണറി പ്രവർത്തനങ്ങൾക്ക് പോകാൻ സാധിക്കുകയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ തങ്ങളുടെ ചിന്തകൾ പങ്കുവച്ച് മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ സഹായിക്കുകയില്ലെന്നറിഞ്ഞപ്പോൾ വിശുദ്ധ അമ്മ തെരേസ്യയെ പോലെ സ്നേഹം കൊണ്ടും പ്രായശ്ചിത്തം കൊണ്ടും ഒരു മിഷണറി ആകുവാൻ ഞാൻ തീരുമാനിച്ചു. തെരേസയുടെ ജീവിതത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും സാരാംശമായിരുന്നല്ലോ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ആന്തരിക ലക്ഷ്യത്തിൽ അവൾ സദാ ശാന്തമായി പ്രവർത്തിച്ചിരുന്നു. തൻ്റെ ഹൃദയം യാതൊരു സൃഷ്ടവസ്തുക്കളിലും വ്യാപൃതനാകാതെ അതിനെ അവൾ സദാ അതീവ ശ്രദ്ധയോടെ സൂക്ഷിച്ചിരുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.